ഗൈസ്, ഞാനിപ്പോൾ വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ ഫോണിൽ നിന്നാണ്. ഇതാണ് എൻ്റെ ഫോൺ. ഇതെൻ്റെ അടുത്തൊരു ഫോൺ എടുക്കുന്നതിൻ്റെ മുന്നുള്ള ലാസ്റ്റ് വ്ളോഗാണ് ഗൈസ്. എൻ്റെ ഫോണ് അടിച്ചുപോയി. ഒരു 4 വർഷമായി ഗൈസ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഇതിൻ്റെ കാര്യം കഴിഞ്ഞത് ഇപ്പോൾ ഓണാവുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഗൈസ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അന്നേരത്തേക്ക് ഈ ഫോൺ അടിച്ചുപോയി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ വേറെ ഒരെണ്ണമായിരുന്നു. അത് ഞാൻ ഇടണമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നേ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് ഇതേ ഇടാൻ പറ്റുള്ളൂ. മൊത്തം കത്തിപ്പോയി ഗൈസ്. ഇനി അടുത്തൊരു വ്ളോഗ് എന്ന് വരുമെന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഞാൻ എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് പറയാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇത് എങ്ങനെ ഇടും. ഇതിപ്പോൾ ഒരു 4-5 ദിവസമായി ഗൈസ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് എങ്ങനെ ഇടും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. വേറൊരു ഫോണില്ല, എഡിറ്റ് ചെയ്യാൻ ഫോണില്ല, ഷൂട്ട് ചെയ്യാൻ ഫോണില്ല, അപ്ലോഡ് ചെയ്യാൻ ഫോണില്ല. എൻ്റെ ലാപ്പിലാണെങ്കിൽ ഇതൊന്നും ചെയ്യാനും പറ്റില്ല. സോ ഗൈസ് അടുത്തൊരു ഫോൺ മേടിക്കുന്നതിന് വരെ നമ്മുടെ ചാനലിൽ വ്ളോഗും കാര്യങ്ങളൊന്നും കാണില്ല. ഞാൻ ഒരു കാര്യം തന്നെ കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. എനിവേസ് ഇതൊക്കെ പോട്ടെ ഗൈസ്. ഇതിന് മുമ്പിട്ട് ഈ ഒരു പരിപാടി നടക്കുന്നതിന് മുമ്പിട്ട് ഞാൻ പോയി എൻ്റെ ഫോണിൽ ലാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്ത ഫുട്ടേജ് ഞാൻ അടുത്ത ക്ലിപ്പിൽ കൊടുത്തേ ഗൈസ്. ഞങ്ങൾ തുടരും കാണാൻ പോയാണ് ഗൈസ്. അതിൻ്റെ പടത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയേണ്ടതുണ്ടായിരുന്നു. മേ ബി ഞാൻ ഇതിനകത്ത് ഞാനത് ഇട്ടേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാണൂല ഗൈസ്. ദിസ് ഈസ് മൈ പുതിയ ഫോൺ എടുക്കുന്നതിനുള്ള ലാസ്റ്റ് വ്ളോഗ്. ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നും നമ്മൾ എന്നത്തെ പോലെ നൈറ്റാണ് വ്ളോഗ് ഷൂട്ട് ചെയ്യണേ. വെറുതെ ഒന്നല്ല ഗൈസ്, തുടരും സിനിമ കാണാൻ പോവാണ്. പടം ഇറങ്ങിയ കാലം തൊട്ട് എല്ലാ എണ്ണം പറഞ്ഞിട്ടുണ്ട്. പഴയ ലാലേട്ടനെ കാണാൻ മിസ് ചെയ്തെന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയെന്നും പറഞ്ഞ് കുറേ സംഭവങ്ങൾ കണ്ടു ഗൈസ്. അത് ഞങ്ങൾ ഇത്രയും ദിവസത്തിന് ശേഷം 2 ദിവസം അങ്ങോട്ടേ പറഞ്ഞ് തിയേറ്ററുള്ളൂ. ഇന്നാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. 9 മണിക്കാണ് ഷോ. ഞാൻ എൻ്റെ ചേട്ടനുണ്ട്, പിന്നെ മൂത്ത ചേട്ടനുണ്ട്, പിന്നെ മാതാജി ഉണ്ട് ഗൈസ്. അവരെ കണ്ടു ഞങ്ങൾ ആപ്പിൽ നോക്കി 2 ദിവസം കൂടെ ഉള്ളായിരുന്നു ലാസ്റ്റ്. നാളെ മറ്റന്നാളും കൂടെ കണ്ടേ ഉള്ളൂ. സോ ഗൈസ് ഇന്ന് പോകണം. അവർ ഓൾറെഡി ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ ചെന്നിട്ട് അവരെ കാണിച്ചു തരാം. സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. ലാലേട്ടനെ പഴയതുപോലെ കാണാൻ പഴയ എന്തൊക്കെ കുറച്ച് എവിടൊക്കെ പഴയ ഒരു ലുക്കും ചിരിയൊക്കെ വരുന്നത് ഉണ്ടെന്ന് എന്തൊക്കെ. എന്തായാലും അവിടെ പോയി നോക്കാം. ഞാൻ അവിടെ ചെന്നിട്ടും വരാം, പടം തീർന്നിട്ടും വരാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനുള്ളിൽ വന്നു. ഉള്ളിൽ വന്നില്ല, ഇവിടെ വന്നു, വെളിയിൽ വന്നു. വർഷയിലാണ്. ഹായ്, ഇത് കൺഫേം അല്ല, അത് അവിടെ കാണിക്കുന്നത്. ഓൺലൈനിൽ എടുക്കുന്നത് അകത്ത് കാണിച്ചാൽ നമുക്ക് ഇവിടെ നിൽക്കണ്ടോ. ഇതല്ലല്ലോ അല്ല, എങ്ങനെ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല ഇവിടെ. വല്ല എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് നല്ലോണം കണ്ടു. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് ലാലേട്ടനെ പറ്റി. പടം കാണാൻ കയറി കൈസ്. മാതാജിച്ച് ആരും കഴിക്കണില്ല. പടത്തിന്റെ ഫസ്റ്റ് ന്യൂസ് കഴിഞ്ഞില്ലേ? ഹൗ വാസ് ഇറ്റ്? ഹൗ വാസ് ഇറ്റ്? ഒന്നും പറയാനായിട്ടില്ല മാതാജി. ഗൈസ് കള്ള ഗൈസ് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടമായി. പക്ഷെ എക്സ്പെക്ട് ചെയ്ത സാധനം ഇതുവരെ വന്നിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. അടുത്ത സ്റ്റെപ്പിലാണ് വരുമില്ല. ഇനി അടുത്ത പടം കഴിഞ്ഞിട്ടാണ് ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിരിക്കുകയാണ്. ഇന്നലെ പടം രാത്രിയിൽ കണ്ടിട്ട് തിരിച്ച് വന്ന് നേരെ കയറി കിടന്ന് പറയും ഗൈസ്. ഞാൻ പടത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, റിവ്യൂ ആയിട്ടൊന്നല്ല ഗൈസ്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. സോ ഗൈസ് പടം കണ്ടിറങ്ങിയതിന് ശേഷം ഫസ്റ്റ് ഹാഫ് ടൈമിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്. ഞാൻ അത് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. പടം ഫുള്ള് കണ്ടു തീർന്ന് ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആ പടത്തിനകത്ത് 1-2 സീനിൽ എനിക്ക് ദൃശ്യം ഫീൽ ചെയ്ത ഗൈസ്. ദെൻ സെക്കൻഡ് ഹാഫിൽ കോടതി നിൽക്കുന്ന ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് ദൃശ്യമാണ്. കോടതിയിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയും എനിക്ക് ദൃശ്യം ഫീൽ ചെയ്തു ആ ഒരു നോട്ടത്തിലൊക്കെ. പിന്നെ ക്ലൈമാക്സിൽ ആ ഒരു കൊച്ച് നോക്കിയിരിക്കുന്ന വില്ലന്റെ മോള് നോക്കിയിരിക്കുന്ന സീനും ദൃശ്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. എനിക്ക് മാത്രമാണ് തോന്നി, എനിക്കറിയാൻ വെള്ളമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത്. അങ്ങനെയൊക്കെ കുറച്ച് പോർഷൻസ് എനിക്ക് ദൃശ്യത്തിലോട്ട് ഭയങ്കരമായിട്ട്. പിന്നെ സ്റ്റേഷനിലൊക്കെ ചില സീൻസൊക്കെ ഉണ്ട്. അവൻ ലാലേട്ടൻ വന്ന് ചാരി നിന്നിട്ട് നിരങ്ങിയോടെ ഇരിക്കുന്ന ഒരു സീൻ, അങ്ങനെയൊക്കെയുള്ള പോർഷൻസ് വന്നപ്പോൾ എനിക്ക് ഇത് ദൃശ്യമല്ലേ, ഇല്ലെങ്കിൽ ദൃശ്യത്തിൽ അത് തന്നെ അല്ലേ. പിന്നെ പഴയ പടത്തിലെ കുറെ സാധനങ്ങളിനകത്തുണ്ട് കൊത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സ്പോയിലറായിട്ട് ഒരാള് പറയണ ഞാൻ കേട്ട് ഗൈസ്, സേതുപതി എടുത്തു. പക്ഷെ അത് സ്പോയിലർ ഒന്നുമല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ആ സ്പോയിലർ പറഞ്ഞത് വെച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തു കുറെ. അതൊന്നും നടന്നില്ല. ഒരു സ്പോയിലറും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ഗൈസ്. അത് ഇറ്റ്സ് ഗുഡ് ഗൈസ്. പിന്നെ വൺ മോർ തിങ്,
ആ പടത്തിലൊരു ബാത്റൂം സീൻ ഉണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, തന്മാത്രയൊക്കെ ഓർമ്മ വന്നു എനിക്കും ചേട്ടനൊക്കെ. അത്ത ഹെല്ലി സ്റ്റാറ്റ്. ഓ കിടിലൻ ഗൈസ്, ആ സീനൊക്കെ ഒത്തിരി രസമാണ് ഗൈസ്. ഗൈസ് കാണാൻ ആഗ്രഹിച്ച ലാലേട്ടനെ, പക്ഷെ ഞാൻ ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ ആഗ്രഹിച്ച ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനിയും അടുത്ത ഏതൊരു പടം, സഹസ്രാമോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ പടം വരുന്നുണ്ട് ഗൈസ്. ആ പടവും പറ്റുമെങ്കിൽ പോയി കാണണം ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റ.